നമസ്കാരം. ഷെക്കൈൻ അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്ന പ്രക്ഷോഭകർക്ക് നേരെ ആക്രമിക്കുകയോ വെടിവയ്പ് നടത്തുകയോ ചെയ്താൽ അമേരിക്ക ഇടപെടുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാനിൽ വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തുമ്പോഴാണ് ഇറാൻ ഭരണകൂടത്തിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ഇറാനിൽ വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്ന പ്രക്ഷോഭകരെ ആക്രമിക്കുകയോ അവർക്ക് നേരെ വെടിവയ്പ് നടത്തുകയോ ചെയ്താൽ അമേരിക്ക ഇടപെടുമെന്ന് ഇറാൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ വിലക്കയറ്റ വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തുമ്പോഴാണ് ഇറാൻ ഭരണകൂടത്തിന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. സമാധാനപരമായി പ്രതിഷേധം നടത്തുന്നവരെ വെടിവെച്ചാൽ അവരെ രക്ഷിക്കാൻ അമേരിക്ക എത്തുമെന്നാണ് തന്റെ സാമൂഹ്യ മാധ്യമത്തിലൂടെ ട്രംപ് വ്യക്തമാക്കിയത്. സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഇറാനിൽ 7 പേർ കൊല്ലപ്പെട്ടെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. ഇറാനിൽ പ്രക്ഷോഭകരായ 7 പേർ കൊല്ലപ്പെട്ടതായി രാജ്യാന്തര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം സംഘർഷത്തിൽ ഒരു IRGC ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടെന്നും 13 പേർക്ക് പരിക്കേറ്റെന്നുമാണ് ഇറാൻ അധികൃതർ സ്ഥിരീകരിച്ചത്. പടിഞ്ഞാറൻ ഇറാനിലെ ലോർദ്ഗൻ, മധ്യപ്രവിശ്യയിലെ ഇസ്വഗാൻ എന്നീ നഗരങ്ങളിൽ സുരക്ഷാ സേനയും സമരക്കാരും തമ്മിലുണ്ടായ സംഘർഷങ്ങളിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. ലോറെസ്ഥാൻ പ്രവിശ്യയിലെ അസ്ന നഗരത്തിലുണ്ടായ പ്രതിഷേധത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ഇറാൻ വാർത്താ ഏജൻസിയായ ഫാഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. കറൻസി മൂല്യം കുത്തനെ ഇടിഞ്ഞതാണ് ഇറാനിൽ പ്രതിസന്ധി രൂക്ഷമാക്കിയത്. കഴിഞ്ഞ 1 വർഷത്തോളമായി ഇറാൻ കറൻസിയുടെ മൂല്യം ഗണ്യമായി കുറയുകയാണ്. ആണവ പദ്ധതിക്കെതിരായ അമേരിക്കൻ ഉപരോധവും പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധവും പ്രാദേശിക സംഘർഷങ്ങളുമെല്ലാം ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണ്. ദൈവത്തിന്റെ ഉദാരമായ സ്നേഹത്തോടും കരുണയോടുമുള്ള നമ്മുടെ പ്രത്യുത്തരം ഓരോ ദിവസവും ഒരു പുതിയ ജീവിതം തുടങ്ങാൻ അവസരം നൽകുന്നതായി പുതുവർഷത്തിലെ ആദ്യ ദിവ്യബലിയിൽ ലിയോ 14 പാപ്പ. ഈ വർഷത്തെ നാം കാണേണ്ടത് പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു പാതയാണെന്നും പരിശുദ്ധ മറിയത്തിന്റെ ദൈവമാതൃത്വ തിരുനാൾ ആഘോഷിച്ച പുതുവർഷ ദിനത്തിൽ അർപ്പിച്ച ദിവ്യബലിയിൽ പാപ്പ പറഞ്ഞു. ഈ വർഷത്തെ നാം കാണേണ്ടത് പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു പാതയായാണെന്ന് പരിശുദ്ധ മറിയത്തിന്റെ ദൈവമാതൃത്വ തിരുനാൾ ആഘോഷിച്ച പുതുവർഷ ദിനത്തിൽ അർപ്പിച്ച ദിവ്യബലിയിൽ പാപ്പ പറഞ്ഞു. അടിമത്തത്തിന്റെ ചങ്ങലകളിൽ നിന്നും മോചിതരായ ഇസ്രായേൽ ജനതയെപ്പോലെ ഒരു പുതിയ തുടക്കത്തിനായി പാപ്പ വിശ്വാസികളെ ക്ഷണിച്ചു. ദൈവം ലോകത്തിലേക്ക് വന്നത് ഒരു പിഞ്ചുകുഞ്ഞിന്റെ നിസ്സഹായമായ രൂപത്തിലാണ്. ഇത് നിരായുധവും നിരായുധീകരിക്കുന്നതുമായ സ്നേഹമാണ്. വാളുകൾക്ക് മൂർച്ച കൂട്ടിയോ മറ്റുള്ളവരെ അടിച്ചമർത്തിയോ അല്ല ലോകത്ത് സമാധാനം സ്ഥാപിക്കേണ്ടതെന്നും മറിച്ച് ക്ഷമിക്കുകയും മറ്റുള്ളവരെ ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിലൂടെയാണെന്നും ലോകസമാധാന ദിനം കൂടിയായ ജനുവരി 1 അർപ്പിച്ച ദിവ്യബലിയിൽ പാപ്പ വ്യക്തമാക്കി. ദൈവമാതാവായ മറിയം ദൈവഹിതമനുസരിച്ചതിലൂടെ എല്ലാ ഉദാരതയുടെയും കാരുണ്യത്തിന്റെയും സ്രോതസ്സിന് ഒരു മനുഷ്യന്റെ മുഖം നൽകി. ദൈവത്വത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഉപേക്ഷിച്ച് മനുഷ്യരൂപം സ്വീകരിച്ച യേശുവിന്റെയും തന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായും സമർപ്പിച്ച മറിയത്തിന്റെയും കണ്ടുമുട്ടലാണ് ദൈവമാതൃത്വത്തിൽ നാം കാണുന്നതെന്നും പാപ്പ വ്യക്തമാക്കി. 2025 മാത്രം വത്തിക്കാനിലെ ആരാധനക്രമ ശുശ്രൂഷകളിൽ പങ്കെടുത്തത് 31 ലക്ഷത്തിലധികം വിശ്വാസികൾ. പ്രത്യേക പരിപാടികളും ആഘോഷങ്ങളിലുമാണ് കൂടുതലായി വിശ്വാസി സന്ദർശനം ഉണ്ടായിട്ടുള്ളത്. പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൽ ജൂബിലി കവാടത്തിലൂടെ കടന്ന് പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാനായി എത്തിച്ചേർന്നവരും അനവധിയാണ്. 2025 മാത്രം വത്തിക്കാനിലേക്ക് ഒഴുകിയെത്തിയത് 31 ലക്ഷത്തിലധികം ക്രൈസ്തവ വിശ്വാസികൾ. പ്രത്യാശയുടെ സുവർണ ജൂബിലി വർഷത്തോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങളിലും പൂർണ്ണ ദണ്ഡവിമോചന ലബ്ധിയുള്ള പ്രത്യാശയുടെ കവാടത്തിലൂടെ പ്രവേശിച്ച് ദണ്ഡവിമോചനം പ്രാപിക്കുവാനുമായി എത്തിച്ചേർന്നവരും നിരവധിയാണ്. കൂടാതെ കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകളിലും പുതിയ പാപ്പായുടെ തിരഞ്ഞെടുപ്പ് കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിനുമായും നിരവധി പേരാണ് വത്തിക്കാനിൽ എത്തിച്ചേർന്നത്. മെയ് 8 ആരംഭിച്ച ലയോ 14 പാപ്പയുടെ പൊന്തിഫിക്കറ്റിൽ ആകെ 29,13,800 പേർ പങ്കെടുത്തു. വത്തിക്കാന്റെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് 31,76,620 പേരാണ് കഴിഞ്ഞ വർഷത്തെ വത്തിക്കാനിൽ നടന്ന സദസ്സുകളിലും ആരാധനക്രമ ശുശ്രൂഷകളിലും പങ്കെടുത്തത്. ഏറ്റവും കൂടുതൽ പേർ പങ്കെടുത്ത മാസങ്ങൾ സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബർ മാസങ്ങളായിരുന്നു. ഒക്ടോബർ മാസത്തിലെ പൊതുസദസ്സുകളിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ പിറവി തിരുനാൾ കേവലം ആഘോഷങ്ങൾ മാത്രമായി ചുരുങ്ങുമ്പോൾ ലോകരക്ഷകന്റെ ജനന തിരുനാളിൽ പരിശുദ്ധ കന്യകാമാതാവിന്റെ കണ്ണുകളിലൂടെ യേശുക്രിസ്തുവിന്റെ ജനനം നോക്കിക്കാണുന്ന രീതിയിലുള്ള തിരുപ്പിറവി ദൃശ്യാവിഷ്കരണം നടത്തി വ്യത്യസ്തമാവുകയാണ് അമേരിക്കയിലെ സിയാറ്റിലെ ഹോളി ഫാമിലി കത്തോലിക്ക ഇടവകയിലെ വിശ്വാസി സമൂഹം.
ആഘോഷങ്ങളിലേക്കും ആരവങ്ങളിലേക്കും മാത്രമായി ക്രിസ്തുമസ് ആഘോഷങ്ങൾ നീങ്ങുമ്പോൾ അമേരിക്കയിലെ സിയാറ്റിലിലെ ഹോളി ഫാമിലി കത്തോലിക്ക ഇടവകയിലെ കുട്ടികളും യുവജനങ്ങളും ചേർന്ന് ക്രിസ്തുമസിന്റെ ആത്മീയ സൗന്ദര്യം പകർന്നൊരുക്കിയ തിരുപ്പിറവി ദൃശ്യാവിഷ്കാരം ശ്രദ്ധേയമാവുകയാണ്. But the miracles did not end there. Sometime later, 3 travelers arrived from distant lands. പരിശുദ്ധ അമ്മ മാതാവിന്റെ കാഴ്ചപ്പാടിലൂടെ യേശുവിന്റെ ജനന നിമിഷങ്ങളെ നോക്കിക്കാണുന്ന രീതിയിലാണ് തിരുപ്പിറവി രംഗങ്ങൾ അവതരിപ്പിച്ചത്. ക്രിസ്തുമസിന്റെ ആത്മീയ സൗന്ദര്യം എല്ലാവരിലേക്കും എത്തിക്കാനായി ഇടവകയിലെ യുവജനങ്ങളും കുട്ടികളും ചേർന്ന് നടത്തിയ ഒരു എളിയ ശ്രമമാണിതെന്ന് വികാരി റവറന്റ് ഫാദർ ഡോക്ടർ റാഫേൽ അമ്പാടൻ പറഞ്ഞു. തിരുപ്പിറവി രംഗങ്ങൾക്കൊപ്പം ഓർക്കസ്ട്ര, കരോൾ ഗാനങ്ങൾ തുടങ്ങിയ നിരവധി പരിപാടികളും ഇടവകയിലെ യുവജനങ്ങളും കുട്ടികളും ചേർന്ന് അവതരിപ്പിച്ചു. എല്ലാ പരിപാടികളും വളരെ ഭംഗിയായി അവതരിപ്പിക്കപ്പെട്ടതായും ഫാദർ റാഫേൽ കൂട്ടിച്ചേർത്തു. നോർത്ത് അമേരിക്കൻ മലങ്കര അതിഭദ്രാസനത്തിന് കീഴിലുള്ള പടിഞ്ഞാറൻ കാനഡയിലെ എഡ്മണ്ടൺ സെയിന്റ് ജേക്കബ് സുറിയാനി ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം. ദേവാലയത്തിന്റെ ഭാവി ആവശ്യങ്ങൾ മുൻനിർത്തി 17.8 ഏക്കർ ഭൂമി വാങ്ങുന്നതിനുള്ള നടപടികൾ ഇടവക വിജയകരമായി പൂർത്തിയാക്കി. പുതിയ വികസന പദ്ധതിയുടെ ഔദ്യോഗിക നാമം പ്രോജക്ട് ബദേൽ എന്നതായി മോർ തീത്തോസ് എൽദോ മെത്രാപ്പൊലീത്ത പ്രഖ്യാപിച്ചു. എഡ്മണ്ടൺ സെന്റ് ജേക്കബ് സുറിയാനി ഓർത്തഡോക്സ് ദേവാലയം 17.8 ഏക്കർ ഭൂമിയാണ് ഭാവി ആവശ്യങ്ങൾക്കായി സ്വന്തമാക്കിയത്. നോർത്ത് അമേരിക്കൻ മലങ്കര അതിഭദ്രാസന മെത്രാപ്പൊലീത്ത മോർ തീത്തോസ് എൽദോ മെത്രാപ്പൊലീത്ത പുതുതായി വാങ്ങിയ സ്ഥലം സന്ദർശിച്ച് അനുഗ്രഹ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് ദേവാലയത്തിന്റെ നാമഫലകം സ്ഥാപിക്കുകയും ചെയ്തു. ഈ ബൃഹത് പദ്ധതിയിൽ സഹകരിച്ച എല്ലാ ഇടവകാംഗങ്ങളെയും മെത്രാപ്പൊലീത്ത അഭിനന്ദിച്ചു. കൂടാതെ പുതിയ വികസന പദ്ധതിയുടെ ഔദ്യോഗിക നാമം പ്രൊജക്ട് ബദേൽ എന്നതായി മോർ തീത്തോസ് എൽദോ അഭിവന്യ മെത്രാപ്പൊലീത്ത പ്രഖ്യാപിച്ചു. പുതിയ ഭൂമിയിൽ നടന്ന പ്രത്യേക ആശീർവാദ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഇടവക വികാരി റവറന്റ് ഫാദർ തോമസ് പൂതിയോട്ട്, വൈസ് പ്രസിഡന്റ് ഷാജി ചെറിയാൻ, സെക്രട്ടറി ജോർജി ചെറിയാൻ വർഗീസ് വലിയ വീട്ടിൽ, ട്രഷറർ ജിമ്മി എബ്രഹാം പള്ളിപ്പാടൻ, അതിഭദ്രാസന കൌൺസിൽ അംഗം എബി നെല്ലിക്കൽ, ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജിബി തളിയാട്ടിൽ, ബൈജു ബാബു, തനൂജ് പോൾ, എൽദോസ് ഷിബു എന്നിവരും ലാൻഡ് പർച്ചേസ് കമ്മിറ്റി ഭാരവാഹികളായ റിയൽറ്റർ ജോജി മാത്യു, ഷിജോ പോൾ, പോൾ പി ജോർജ്, പോൾ വർഗീസ് എന്നിവരും കൂടാതെ നിരവധി വിശ്വാസികളും ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു. നോർത്ത് അമേരിക്കൻ മലങ്കര അതിഭദ്രാസനത്തിന്റെ കീഴിൽ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദേവാലയ ഭൂമി ഇടപാടാണ് നടന്നതെന്ന് മെത്രാപ്പൊലീത്ത തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. വരും തലമുറകളെ മുൻനിർത്തി വിഭാവനം ചെയ്യുന്ന പ്രൊജക്ട് ബദേൽ ഇടവകയുടെ ആത്മീയവും സാമൂഹികവുമായ വളർച്ചയിൽ പുതിയ ദിശ തുറക്കുമെന്ന ആത്മവിശ്വാസം ഇടവകാംഗങ്ങൾ പ്രകടിപ്പിച്ചു. ജെറുസലേം ദേവാലയത്തിലെ 2000 വർഷം പഴക്കമുള്ള പുരാതന ശുദ്ധീകരണ കുളം കണ്ടെത്തി. ജെറുസലേമിലെ വെസ്റ്റേൺ വാൾ പ്ലാസയ്ക്ക് താഴെയാണ് ജൂത ആചാരപ്രകാരമുള്ള ശുദ്ധീകരണ കുളം പുരാവസ്തു അതോറിറ്റി കണ്ടെത്തിയത്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ജെറുസലേം ദേവാലയത്തിന്റെ അവസാന നാളുകളിൽ നിർമ്മിച്ചതും മിക്വൈ എന്നറിയപ്പെടുന്നതുമായ ഒരു പുരാതന ശുദ്ധീകരണ കുളം കണ്ടെത്തി. ടെബിൾ മൗണ്ടിൽ നിന്ന് ഏതാനും ചുവടുകൾ അകലെ വെസ്റ്റേൺ വാൾ പ്ലാസയ്ക്ക് കീഴിലാണ് മിക്വേ കണ്ടെത്തിയത്. ജൂത ആചാരപ്രകാരമുള്ള ശുദ്ധീകരണ കുളമായ മിക്വേയുടെ കണ്ടെത്തലിനെക്കുറിച്ച് പ്രഖ്യാപിച്ച പ്രസ്താവന ഇസ്രായേലിൽ പുരാവസ്തു അതോറിറ്റിയും വെസ്റ്റേൺ വാൾ ഫൗണ്ടേഷനും ചേർന്ന് പുറത്തിറക്കി. 3.05 മീറ്റർ നീളവും 1.35 മീറ്റർ വീതിയും 1.85 മീറ്റർ ഉയരവുമുള്ള ഈ ഘടന ഒരു പാളിക്കടിയിൽ നിന്നാണ് കണ്ടെത്തിയത്. AD 70 റോമാക്കാർ ജെറൂസലേം ദേവാലയം നശിപ്പിച്ചതിന്റെ ദാരുണമായ അവസാന നാളുകൾക്ക് മിക്വേ സാക്ഷ്യം വഹിക്കുന്നു. ദേവാലയത്തിൽ കയറാൻ ആഗ്രഹിക്കുന്നവർ മിക്വേയിൽ ശുദ്ധീകരിക്കണമെന്ന് പുരാതന ജൂത ആചാരം നിലനിന്നിരുന്നു. ജെറുസലേമിനെ ഒരു ദേവാലയ നഗരമായി ഓർമ്മിക്കണം എന്ന് ഇസ്രായേൽ പുരാവസ്തു അതോറിറ്റിയെ പ്രതിനിധീകരിച്ച് ഉദ്ഖനന ഡയറക്ടർ അരി ലെവി വിശദീകരിക്കുന്നു. അതിനാൽ ദൈനംദിന ജീവിതത്തിന്റെ പല വശങ്ങളും ഈ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടു പോകുന്നുവെന്ന് തെളിയിക്കുന്നതാണ് നഗരത്തിലെ താമസക്കാരും നേതാക്കളും. ആചാരപരമായ അശുദ്ധിയും വിശുദ്ധിയും സംബന്ധിച്ച നിയമങ്ങൾ സൂക്ഷ്മമായി പാലിക്കുന്നുവെന്ന് തെളിയിക്കുന്ന ഈ മിക്വേ ജൂതന്മാർ ആചാരാനുഷ്ഠാനങ്ങളിൽ പുലർത്തുന്ന കാർക്കശ്യം പരിശുദ്ധ ബൈബിളിലും പ്രതിപാദിക്കപ്പെടുന്നത് പോലെ തന്നെ പുനരുദ്ധരണം ചെയ്യപ്പെട്ട ജെറുസലേം ദേവാലയത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന നിരവധി പാത്രങ്ങളും മിക്വേക്ക് ചുറ്റും നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 600 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസ് കാലത്ത് നടന്ന അത്ഭുതം. എല്ലാ വർഷവും ആവർത്തിക്കപ്പെടുന്ന അവർ ലേഡി ഓഫ് ദി ഫ്ലവേഴ്സിന്റെ അത്ഭുതം. ടൂറിനിലെ ആ വെളുത്ത പൂക്കളുടെ അത്ഭുത കഥയിലേക്ക്. ക്രിസ്തുമസ് അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. അത്തരത്തിൽ 600 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസ് അത്ഭുതം സംഭവിച്ചു.
എന്നാൽ എല്ലാ വർഷവും ആവർത്തിക്കപ്പെടുന്ന ഒരു അത്ഭുതം. അതാണ് പരിശുദ്ധ അമ്മയ്ക്ക് അവർ ലേഡി ഓഫ് ദി ഫ്ലവേഴ്സ് എന്ന നാമം നൽകിയ ആ അത്ഭുതം. കൃത്യമായി പറഞ്ഞാൽ 1336 ഡിസംബർ 29 ഉച്ച കഴിഞ്ഞാണ് ആ അത്ഭുതം നടന്നത്. സ്ഥലം ഇറ്റലിയിലെ ബ്രായുടെ പ്രാന്തപ്രദേശത്ത് ടൂറിനിലേക്കുള്ള വഴിയിൽ. ടൂറിനിലെ വിശുദ്ധ കച്ച സൂക്ഷിച്ചിരിക്കുന്നതിന് വടക്ക് ഏകദേശം 43 കിലോമീറ്റർ അകലെ. തന്റെ ആദ്യ കൺമണിയുടെ വരവിനായി കാത്തിരിക്കുന്ന എജിഡിയ മാത്യൂസ് എന്ന ഗർഭിണിയായ യുവതി വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയം വഴിമധ്യേ പരിശുദ്ധ അമ്മയുടെയും ഉണ്ണിയേശുവിന്റെയും ഒരു രൂപമുള്ള ഗ്രൂട്ടോ ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ അവൾ സമീപത്ത് 2 കൂലി പടയാളികളെ കണ്ടു. അവരുടെ ഭീഷണിപ്പെടുത്തുന്ന നോട്ടങ്ങൾ കണ്ട് എജിഡിയ ഭയന്നു. തന്നെ ഉപദ്രവിക്കാനുള്ള ആ കൂലിപ്പട്ടാളക്കാരുടെ ഉദ്ദേശം അവൾ മനസ്സിലാക്കി. തൂണിൽ ചിത്രീകരിച്ചിരുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിനടുത്തേക്ക് ഓടിച്ചെന്ന് സഹായത്തിനായി അവൾ യാചിച്ചു. സ്തംഭത്തിൽ നിന്ന് ഒരു പ്രകാശം പുറപ്പെട്ടു. പരിശുദ്ധമ്മ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധമ്മ കൂലിപ്പടയാളികളെ നോക്കി അവരോട് പോകാൻ ആംഗ്യം കാണിച്ചപ്പോൾ അവർ ഭയന്നോടിപ്പോയി. പരിശുദ്ധമ്മ എജിഡിയെ നോക്കി പുഞ്ചിരിച്ചു. അവളെ അമ്മയെപ്പോലെ ആശ്വസിപ്പിച്ചു. ഭയാനകമായ സാഹചര്യത്തിന്റെ സമ്മർദ്ദവും വൈകാരിക തീവ്രതയും ആ യുവതിയെ ഉടനടി പ്രസവിക്കാൻ പ്രേരിപ്പിച്ചു. അവൾ തന്റെ കുഞ്ഞിന് ജന്മം നൽകി. പരിശുദ്ധമ്മയുടെ ദർശനവും കുഞ്ഞിന്റെ ജനനവും മാത്രമായിരുന്നില്ല സന്തോഷകരമായ സംഭവങ്ങൾ. തൂണിനു ചുറ്റും സമീപത്തുള്ള ഇലയില്ലാത്ത കറുത്ത മുള്ളുള്ള ചെടി മഞ്ഞു മൂടിക്കിടക്കുന്നതായിരുന്നു. പെട്ടെന്നത് വിരിഞ്ഞു. ആയിരക്കണക്കിന് വെളുത്ത പൂക്കളാൽ മൂടപ്പെട്ടു. ഇന്നും ആ അത്ഭുതം വർഷം തോറും ആവർത്തിക്കപ്പെടുന്നു. എല്ലാ വർഷവും ഡിസംബർ 25 ജനുവരി 15 ഇടയിൽ അതേ സ്ഥലത്തെ ബ്ലാക്ക് ത്രോൺ മരങ്ങൾ പൂക്കും. കാലം തെറ്റിയുള്ള ഈ പൂവിടൽ ശാസ്ത്രജ്ഞരെയും സസ്യശാസ്ത്രജ്ഞരെയും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. കാട്ടുപ്ലം ഇനമായ ബ്ലാക്ക് ത്രോൺ ഒരു തവണ മാത്രമേ പൂക്കൂ എന്നത് പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ പഠനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി ആ അത്ഭുതത്തിന് ടൂറിൻ ഇന്നും സാക്ഷ്യം വഹിക്കുന്നു. മധ്യപൂർവേഷ്യയിൽ വിശ്വാസം ജലിക്കുന്നു. യുദ്ധക്കെടുതികളും ആഭ്യന്തര കലഹങ്ങളും തുടരുന്ന മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ ക്രൈസ്തവ സമൂഹം ശക്തമായ വിശ്വാസ അതിജീവനത്തിന്റെ പാതയിലെന്ന് കാത്തലിക് ന്യൂസ് ഏജൻസി പുറത്തുവിട്ട 2025 വാർഷിക അവലോകന റിപ്പോർട്ടിൽ. ദേവാലയങ്ങളുടെ നിർമ്മാണങ്ങളും ലിയോ 14 പാപ്പയുടെ സന്ദർശനവും നിർണായകമായി. യുദ്ധക്കെടുതികളും ആഭ്യന്തര കലഹങ്ങളും തുടരുന്ന മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ ക്രൈസ്തവ സമൂഹം ശക്തമായ വിശ്വാസ അതിജീവനത്തിന്റെ പാതയിലെന്ന് റിപ്പോർട്ടുകൾ. കാത്തലിക് ന്യൂസ് ഏജൻസി പുറത്തുവിട്ട 2025 വാർഷിക അവലോകന റിപ്പോർട്ടിലാണ് പ്രതിസന്ധികൾക്കിടയിലും മേഖലയിലെ ക്രൈസ്തവ സാന്നിധ്യം കരുത്താർജിക്കുന്നതായി വ്യക്തമാക്കുന്നത്. പലായനവും സുരക്ഷാ ഭീഷണികളും വെല്ലുവിളി ഉയർത്തുമ്പോഴും വിശ്വാസത്തിലും മണ്ണിലും ഉറച്ചു നിൽക്കുവാനുള്ള ശ്രമത്തിലാണ് വിശ്വാസി സമൂഹം. ഇറാഖിലും സിറിയയിലും തകർക്കപ്പെട്ട നിരവധി ചരിത്രപ്രധാനമായ ദേവാലയങ്ങളും ആശ്രമങ്ങളും ഈ വർഷം പുനർനിർമ്മിച്ച് വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു. ഇറാഖിലെ പുരാതനമായ ഒരു പ്രദേശത്ത് ആദ്യമായി പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നത് വലിയ മാറ്റത്തിന്റെ അടയാളമായി. ലബനനിൽ ഇസ്രായേൽ ആക്രമണങ്ങൾക്കിടയിലും പരിശുദ്ധ പാപ്പ നടത്തിയ സന്ദർശനം ദുരിതമനുഭവിക്കുന്ന വിശ്വാസികൾക്ക് വലിയ ആത്മീയ സാന്ത്വനമായി മാറി. ഈജിപ്തിൽ 160 ദേവാലയങ്ങൾക്ക് പുതുതായി നിയമസാധുത നൽകിയ സർക്കാർ നടപടിയും വലിയ ആശ്വാസമാണ് നൽകിയത്. പാലസ്തീനിലെയും ബത്ലഹേമിലെയും ക്രൈസ്തവ ജനസംഖ്യ പലായനം മൂലം കുറയുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും വിശ്വാസ തീക്ഷ്ണതയിലേക്ക് മടങ്ങാനുള്ള ശ്രമത്തിലാണ് രാജ്യങ്ങൾ. രക്തസാക്ഷിയായ ബിഷപ്പ് ഇഗ്നേഷ്യസ് മലോയനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് മേഖലയിലെ വിശ്വാസികൾക്ക് പുതിയ ഊർജം നൽകി. പ്രതികാരത്തിന്റെ യുക്തി വെടിഞ്ഞ് സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും പുതിയ ഏടുകൾ തുറക്കുക. കിഴക്കിന്റെ മക്കളെ, നിങ്ങൾ ധൈര്യമായിരിക്കുക എന്ന ലയോ 14 പാപ്പയുടെ വാക്കുകൾ മധ്യപൂർവേഷ്യൻ ക്രൈസ്തവരുടെ പുതിയ വർഷത്തെ പ്രത്യാശ നിർഭരമാക്കുന്നു. നൈജീരിയയിൽ ക്രൈസ്തവ വിരുദ്ധ കൊലപാതകങ്ങൾ തുടരുന്നു. ഡിസംബർ 29 ബൊക്കോഹാറം തീവ്രവാദികളുടെ ആക്രമണം. നൈജീരിയയിലെ അഡമാവ സമൂഹത്തിലെ 14ഓളം തദ്ദേശവാസികളായ ക്രൈസ്തവരെ ബൊക്കോഹാറം തീവ്രവാദികൾ വധിച്ചു. ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. നൈജീരിയയിലെ അഡമാവ സമൂഹത്തിനു നേരെ ബോക്കോ ഹറാം തീവ്രവാദികളുടെ ആക്രമണം. ഡിസംബർ 29 നടന്ന ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നത് ഇവിടെ സാധാരണമായി മാറിക്കഴിഞ്ഞുവെന്നും ഇതുപോലെയുള്ള ക്രൈസ്തവ വിരുദ്ധ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരാതെ വർഷങ്ങളായി ഇത് തുടരുകയാണെന്നും സമീപവാസികൾ പറയുന്നു. പ്രധാനമായും ക്രൈസ്തവർ താമസിക്കുന്ന സ്ഥലങ്ങൾ ആക്രമിക്കപ്പെടുകയും അവിടെ നിന്ന് കുടിയിറങ്ങുവാൻ
നിർബന്ധിക്കപ്പെടുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ നൈജീരിയൻ സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും പൗരന്മാരെ സംരക്ഷിക്കാൻ കഴിയാത്തതിൽ സർക്കാരിന് ലജ്ജയില്ലേ എന്നുമുള്ള സാധാരണ പൗരന്മാരുടെ ചോദ്യത്തിനു മുൻപിൽ മറുപടിയില്ലാതെ നിൽക്കുകയാണ് നൈജീരിയൻ ഭരണകൂടം. ക്രൈസ്തവരുടെ ജീവനെടുക്കുക എന്നതിനു പുറമെ അവരുടെ ഉപജീവന മാർഗത്തെ പോലും തളർത്തുന്ന രീതിയിലാണ് മതതീവ്രവാദികൾ ആക്രമണം നടത്തുന്നത്. ക്രൈസ്തവ ഗ്രാമങ്ങളെ ഒറ്റപ്പെടുത്തുകയും അവരുടെ കൃഷിയിടങ്ങളെ ഇല്ലാതാക്കുകയും ആടുമാടുകളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത് വഴി നിരാലംബരായ മനുഷ്യരെ ഭക്ഷ്യക്ഷാമത്തിലേക്ക് തള്ളിവിടുകയുമാണ്. നൈജീരിയയുടെ സുരക്ഷാ ഘടനയിൽ അടിയന്തര പുനഃപരിശോധന നടത്തണമെന്ന് സാമൂഹ്യ നേതാക്കൾ ആവശ്യപ്പെട്ടു. ദുരിതാശ്വാസ സഹായങ്ങൾ ഒരിക്കലും സുരക്ഷയ്ക്ക് പകരമാകില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഷെഖേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.